നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ആക്രമണങ്ങളുടെ ഏറ്റവും മോശം രാത്രിയാണ് കടന്നുപോയത് എന്ന് ടെഹ്റാൻ വാസികൾ. ആക്രമണങ്ങൾ കൂടുതൽ കടുപ്പമാക്കുമെന്ന് അമേരിക്ക ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ അതിമാരക ആക്രമണങ്ങൾ. എന്തുകൊണ്ടാണ് ഏറ്റവും കടുത്ത ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും ഈ 7ാം ദിനം കടന്നത്? ഇറാന്റെ പക്കലുള്ള മിസൈൽ ശേഖരം തീരുന്ന ഘട്ടത്തിലെത്തി. ഏറ്റവും മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഗൾഫ് മേഖലയ്ക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി നോക്കി ഇറാൻ. മനാമയിൽ ഇന്നലെ രാത്രി കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇറാനിയൻ മിസൈലുകൾ ബഹ്റിനിലെ ഒരു ഹോട്ടലിലും 2 റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും പതിച്ചു. റിയാദിന് സമീപം സൗദി അറേബ്യ 3 ഡ്രോണുകൾ വ്യോമ പ്രതിരോധത്തിലൂടെ തടഞ്ഞു. ദുബായ് ലക്ഷ്യമിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വീണ്ടും തിരിഞ്ഞതോടെ US അതിശക്ത ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. US വ്യോമസേനയുടെ ഏറ്റവും ഭാരമേറിയ ബോംബർ വിമാനങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ബ്രിട്ടീഷ് താവളങ്ങളിലെത്തും എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇറാനെതിരായ ട്രംപിന്റെ ഏറ്റവും വലിയ ആക്രമണം 8ാം ദിനം നടക്കുമെന്ന് അമേരിക്കയുടെ പ്രഖ്യാപനം. ടെഹ്റാനിലും ബെയ്റൂത്തിലും ഒരേ സമയം കനത്ത ആക്രമണം നടത്തി ഇസ്രയേൽ മറുഭാഗത്ത് തങ്ങളുടെ ആക്രമണ മുനയ്ക്ക് കൂടുതൽ കരുത്ത് വരുത്തിയിരിക്കുന്നു. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് അമേരിക്കയും ഇസ്രയേലും. വ്യോമാക്രമണങ്ങളിലാണ് ഇപ്പോൾ യുദ്ധം പൂർണ്ണമായി ശ്രദ്ധിച്ചിരിക്കുന്നത്. മറുവശത്ത് യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കാൾ ഏറെ വ്യത്യസ്തമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ. കിലോമീറ്ററുകൾക്ക് അകലെയുള്ള അമേരിക്കയിലേക്ക് തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കാൻ ഇറാന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ നേർക്ക് ആക്രമണം നടത്തി കൂടുതൽ സമ്മർദ്ദത്തിനുള്ള ശ്രമം ഇറാൻ തുടരുന്നു. മറുവശത്ത് ഇസ്രായേലിന് നേർക്കും വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള സാഹചര്യമാണ് ഇറാനുള്ളത്. ഇതിനിടയിൽ ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച IRGC സേനയെ വിന്യസിച്ച് ഇസ്രായേലിന് നേർക്ക് മറ്റൊരു ആക്രമണമുന തൊടുക്കാൻ ഇറാൻ ശ്രമിച്ചു. എന്നാൽ അതിശക്തമായി ഇസ്രായേൽ തിരിച്ചടിച്ചു. IRGC സേനയോട് ഉടൻ കീഴടങ്ങാൻ ഇക്കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ആഹ്വാനം ചെയ്തത്. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ മരണം നേരിടുക. ഇതിനു പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്കു നേരെ വീണ്ടും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നു ഇറാൻ. ആയത്തുള്ള അലി ഖമനയുടെ കൊട്ടാരം തകർത്ത് അദ്ദേഹത്തെ വധിച്ച രീതി കൃത്യമായി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ 50ഓളം പോർജറ്റുകളാണ് അപ്പോൾ ടെഹ്റാൻ ആകാശത്ത് നിറഞ്ഞിരുന്നത്. അലി ഖമനയുടെ കൊട്ടാരം അവർ മാർക്ക് ചെയ്തു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അലി ഖമനയുടെ കൊട്ടാരത്തിന് നേർക്ക് ബോംബ് വർഷം നടത്തിയത് ഇസ്രയേൽ. ഏകദേശം 30 ബോംബുകൾ അവിടെ വർഷിച്ചു. എന്നാൽ ആക്രമണത്തിൻ്റെ കൃത്യമായ വീഡിയോ ഇപ്പോൾ IDF പുറത്തുവിട്ടു. ഏറ്റവും വലിയ ആക്രമണത്തിലേക്ക് തങ്ങൾ കടക്കുന്നു എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം. അതിന് പിന്നാലെയാണ് ഇസ്രയേൽ ടെഹ്റാൻ വിറപ്പിച്ച് നടത്തിയ അതിമാരകമായ ആക്രമണം. ടെഹ്റാൻ വാസികൾ പൂർണ്ണമായും പരിഭ്രാന്തിയിലാണ്. എന്തു സംഭവിക്കാം എന്ന അവസ്ഥ. ടെഹ്റാനുമേൽ ഇന്നലെ രാത്രി തീമഴയായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു. ആയത്തുള്ള അലി ഖമനയെ വധിച്ചത് സംബന്ധിച്ച് പല വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിശദീകരണം ഇപ്പോൾ ഇസ്രയേൽ നൽകുന്നു. ഫെബ്രുവരി 28 അതിരാവിലെ ടെഹ്റാൻ ഉണർന്നത് ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതക വാർത്ത കേട്ടുകൊണ്ട്. ഇറാനിയൻ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് പാസ്റ്റർ സ്ട്രീറ്റിലായിരുന്നു അലി ഖമനയുടെ കൊട്ടാരം. ഇസ്രായേലി ആക്രമണങ്ങളിൽ ഭയന്ന് കഴിഞ്ഞ കുറേ കാലമായി അലി ഖമനയെ മിക്കവാറും ബങ്കറിൽ തന്നെയായിരുന്നു ഒളിച്ചിരുന്നത്. ഇടയ്ക്കൊക്കെ ചില യോഗങ്ങളിൽ പങ്കെടുക്കാൻ കൊട്ടാരത്തിലെ ഓഫീസിലേക്ക് കടന്നുവരും. ഇതിനിടയിൽ ഭൂമിക്കടിയിലുള്ള തുരങ്കത്തിൽ നിന്ന് 86-കാരനായ അലി ഖമനയെ ഒരു പ്രധാന യോഗത്തിൽ പങ്കെടുക്കാൻ കൊട്ടാരത്തിലേക്ക് വരുന്നു എന്ന വിവരം കൃത്യമായി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ലഭിക്കുന്നു. ടെഹ്റാൻ സ്ട്രീറ്റിലുള്ള അനേക AI ക്യാമറകൾ നോക്കിയായിരുന്നു ഇത്തരം നിരീക്ഷണം അവർ നടത്തിയിരുന്നത്. അലി ഖമനയെ എങ്ങനെയാണ് ഇസ്രയേൽ ആക്രമണങ്ങളിലൂടെ വധിച്ചത്? ആ കൊട്ടാരം എങ്ങനെ തകർത്തു? ഏറെ അത്ഭുതം ഉളവാക്കുന്നതാണ് ഇസ്രയേലിൻ്റെ വിശദീകരണം. മണിക്കൂറുകൾക്കുള്ളിൽ അലി ഖമനയെ വധിക്കപ്പെടുമെന്ന് ട്രംപും നെതന്യാഹുവും ഉറപ്പിച്ചു. നേരത്തെ തന്നെ അലി ഖമനയെ വധിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു ഇസ്രയേൽ സേന. ഇറാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി എന്ന് നെതന്യാഹു കണക്കുകൂട്ടി. ഖമനയെ വധിച്ച ആ മിസൈൽ പതുക്കെയല്ല കൊട്ടാരത്തിലേക്ക് വന്നത്,
മറിച്ച് അത് ആദ്യം ആകാശത്തേക്കൊന്ന് ഉയർന്നു പൊങ്ങി, പിന്നീട് ഭൂമിയിലേക്ക് നേരെ കുതിച്ചു. ഒരു യുദ്ധക്കളത്തിൽ നിന്നുള്ള ആക്രമണത്തിലല്ല ഖമനേയി കൊല്ലപ്പെട്ടത്, വളരെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ഒരു മിസൈൽ. ഇസ്രയേലി യുദ്ധവിമാനത്തിൽ നിന്നാണ് ആ മിസൈൽ തൊടുത്തത്. അത് ആകാശത്തിലൂടെ വേഗത്തിൽ ഉയർന്നു, പിന്നീട് ഭൂമിയിലേക്ക് തിരികെ വീഴുന്നതിന് മുൻപ് ബഹിരാകാശത്തിൻ്റെ അരികിലേക്ക് അടുത്തു. ഇറാൻ്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒത്തുകൂടിയ സ്ഥലത്ത് അത് കൃത്യതയോടെ ഇടിച്ചിറങ്ങി. ആ ആഘാതത്തിൽ രാജ്യത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയും ഡസൻ കണക്കിന് മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുന്നു. ബ്ലൂ സ്പാരോ എന്നാണ് മിസൈൽ അറിയപ്പെട്ടിരുന്നത്. അലി ഖമനേയി വധിച്ച നീലക്കുരുവി ഇപ്പോൾ ലോകത്ത് പ്രശസ്തമാകുന്നതും അങ്ങനെ. ഇസ്രയേലി ഉദ്യോഗസ്ഥരും ഓപ്പറേഷനെക്കുറിച്ച് വിശദീകരിച്ച ആളുകളും പറയുന്നത് മുതിർന്ന ഇറാനിയൻ നേതാക്കളെ ഇല്ലാതാക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ കമാൻഡ് ഘടനയെ തകർക്കാനും രൂപകൽപ്പന ചെയ്ത ഒരു സംയുക്ത ഇസ്രയേലി അമേരിക്കൻ ആക്രമണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായിരുന്നു ഈ ആക്രമണം. മാസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണ ശേഖരണം, വർഷങ്ങൾ നീണ്ട നിരീക്ഷണം, ഒടുവിൽ ഖമനേയിയുടെ സ്ഥാനം സംബന്ധിച്ച് കൃത്യതയാർന്ന വിവരങ്ങൾ രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നിലെത്തിക്കുന്നു. ആധുനിക മിഡിൽ ഈസ്റ്റേൺ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ലക്ഷ്യകൊലപാതകങ്ങളിലൊന്നിൽ ബ്ലൂ സ്പാരോ മിസൈൽ നിർണായക പങ്ക് വഹിച്ചു. ഇസ്രയേലിലാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നത്. ഇതിന് ഏകദേശം 1240 മൈൽ അഥവാ 1995 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. പരമ്പരാഗത യുദ്ധോപകരണങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തം. ഇതൊരു ക്വാസി ബാലിസ്റ്റിക് പാത പിന്തുടരുന്നു. വിക്ഷേപണത്തിന് ശേഷം മിസൈൽ വേഗത്തിൽ ആകാശത്തിലേക്ക് ഉയരുന്നു. ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് വീണ്ടും പ്രവേശിച്ചാണ് ആ മിസൈൽ ലക്ഷ്യത്തിലേക്ക് തിരികെ എത്തുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കടക്കാനും തിരികെ വീണ്ടും പ്രവേശിക്കാനുമുള്ള കഴിവ് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തടസ്സം നീക്കിക്കളയുന്നു. ബ്ലൂ സ്പാരോ മിസൈലിനെ തകർക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത്ര എളുപ്പമല്ല. കുത്തനെയാണ് അവൻ്റെ വരവ്. കുത്തനെ ഭൂമിയിലേക്ക് വരുന്ന ഒരു മിസൈലിനെ തടുക്കുക ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെ പ്രയാസകരം. ഈ മിസൈലിൻ്റെ പൊട്ടിത്തെറിച്ച അവശിഷ്ടങ്ങൾ പിന്നീട് കിട്ടുന്നത് പടിഞ്ഞാറൻ ഇറാഖിൽ നിന്ന്. മരുഭൂമിയിൽ ചിതറിക്കിടക്കുന്ന നീളമുള്ള ചാരനിറത്തിലുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള ശകലങ്ങൾ കണ്ടെത്തി എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ബ്ലാക്ക് സ്പാരോ, സിൽവർ സ്പാരോ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഇസ്രയേലി മിസൈൽ കുടുംബത്തിൻ്റെ ഭാഗമാണ് ബ്ലൂ സ്പാരോ. ബ്ലൂ സ്പാരോ എന്ന മിസൈൽ ഇസ്രയേൽ നിർമ്മിച്ചതിന് ശേഷം അത് അലി ഖമനേയിക്ക് വേണ്ടി അവർ കാത്തുവച്ചു. 1991 പേർഷ്യൻ ഗൾഫ് യുദ്ധത്തിൽ ഇറാഖ് ഇസ്രായേലിനെതിരെ തൊടുത്തതിന് സമാനമായ സ്കഡ് ടൈപ്പ് ബാലിസ്റ്റിക് മിസൈലുകളെ അനുകരിക്കുന്ന ഒന്ന്. വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യ മിസൈൽ എന്ന നിലയിലായിരുന്നു തുടക്കത്തിൽ ഇസ്രായേൽ ഈ മിസൈൽ നിർമ്മാണത്തിലേക്ക് കടന്നത്. എന്നാൽ കാലക്രമേണ ബ്ലൂ സ്പാരോ ഒരു ആക്രമണാത്മക വായു ഉപരിതല ആയുധമായി രൂപാന്തരപ്പെട്ടു. മിസൈലിന് 6.5 മീറ്റർ നീളമുണ്ട്, ഏകദേശം 1.9 ടൺ ഭാരവും. ഇസ്രായേലി F-15 ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് കൃത്യതയോടെ തൊടുക്കാം. ഇവയുടെ ബൂസ്റ്റർ റോക്കറ്റുകളാണ് മിസൈലിനെ ഉയർന്ന തലത്തിലേക്ക് തള്ളിവിടുന്നത്. പിന്നീട് ഇത് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. വേഗതയും ഇതിൻ്റെ സഞ്ചാരപഥവും കാരണം പൈലറ്റുമാരെ കാര്യമായ അപകട സാധ്യതയ്ക്ക് ഇവ വിധേയമാക്കുന്നില്ല. 2 പതിറ്റാണ്ടിലേറെ കാലമായി ഇസ്രായേലിൻ്റെ സിഗ്നൽ ഇൻ്റലിജൻസ് യൂണിറ്റായ യൂണിറ്റ് 8200 ആയത്തുള്ള ഖമനിയുടെ സുരക്ഷാ ഉപകരണത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ യൂണിറ്റ് അംഗരക്ഷകരുടെ ഷെഡ്യൂളുകൾ ട്രാക്ക് ചെയ്യുകയും ആശയവിനിമയങ്ങൾ തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ വളപ്പിന് സമീപമുള്ള നിരീക്ഷണ ക്യാമറകളിലേക്ക് ആക്സസ് നേടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ. പാസ്റ്റർ സ്ട്രീറ്റിലെ കോമ്പൗണ്ടിന് ചുറ്റുമുള്ള ട്രാഫിക് ക്യാമറകൾ പ്രത്യേകം ഇസ്രായേൽ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരു വശത്ത് ഹാക്കിംഗ് പ്രവർത്തനങ്ങൾ, മറുവശത്ത് നിരന്തര നിരീക്ഷണം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വരവ് രീതികളും കോമ്പൗണ്ട് സന്ദർശിക്കുന്ന മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളുമൊക്കെ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുടർന്നു. ഇവ യഥാസമയം ടെല്ലവീവിലെ കമാൻഡ് സെന്ററുകളിലേക്ക് അവർ കൈമാറി. ഇത് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് സംയുക്ത പ്രവർത്തനങ്ങളുടെ വിശദമായ ഒരു ചിത്രം നിർമ്മിക്കാൻ ഇടവരുത്തി. ചുരുക്കത്തിൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് അനുസരിച്ച് ഖമേനിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളായി നടത്തിയ ഓപ്പറേഷന്റെ അവസാന പരിണിതഫലം. ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇത്തരമൊരു ആക്രമണം ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. ഖമേനി മിക്ക വൈകുന്നേരങ്ങളും ആഴത്തിലുള്ള ഒരു ഭൂഗർഭ ബങ്കറിൽ ചെലവഴിക്കും. ഷെൽട്ടർ വളരെ ആഴമുള്ളത്, അതിലേക്ക് ഇറങ്ങാൻ ഏകദേശം 5 മിനിറ്റ് സമയമെടുക്കും.
ഇസ്രയേൽ ആക്രമണങ്ങൾ രാത്രിയിലാണ് ഉണ്ടാവുന്നത് എന്ന് ഖമനേയിയെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വൈകുന്നേരങ്ങളിൽ ഖമേനി ഒളിവിൽ കഴിയാൻ ഈ അനുമാനം അദ്ദേഹത്തെ സഹായിച്ചു. എന്നാൽ ശനിയാഴ്ച രാവിലെ ഖമനേയി പങ്കെടുത്ത ഒരു സുപ്രധാന യോഗം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി. ഇറാന്റെ ഒരു ഉന്നത നേതൃയോഗം അന്ന് രാവിലെ ഖമനേയിയുടെ കൊട്ടാരത്തിൽ വെച്ച് ചേരുമെന്ന് കൃത്യമായ വിവരം ഇസ്രയേലിന് ലഭിക്കുന്നു. ഖമേനി നേരിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വിവരമാണ് ഇസ്രയേലിന് ഈ പദ്ധതി ആവിഷ്കരിക്കാനുള്ള ആവേശം പകർന്നത്. മാസങ്ങളായി മൊസാദ് അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ഖമേനിയുടെ നീക്കങ്ങൾ പരിശോധിച്ചു വരികയായിരുന്നു. രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ ആക്രമണം നടത്താനായിരുന്നു അമേരിക്കയും ഇസ്രയേലുമൊക്കെ ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ശനിയാഴ്ചത്തെ യോഗ വിവരം കൃത്യമായി ഇസ്രയേലിന് ലഭിക്കുന്നു. അത് അമേരിക്കയ്ക്ക് കൈമാറുന്നു. ഇതൊരു സുവർണാവസരമാണ് എന്ന് അമേരിക്കയും ഇസ്രയേലും മനസ്സിലാക്കി. ആക്രമണ സമയം അവർക്ക് പലതിനും ആവേശം കൊടുത്തു. ഈ ഒരു ഒത്തുചേരലാണ്. ഒരേ സമയം ഒന്നിലധികം മുതിർന്ന വ്യക്തികളെ ഇല്ലാതാക്കാൻ ഈ ആക്രമണത്തിലൂടെ കഴിയും. ആക്രമണത്തിന് ദിവസങ്ങൾ മുൻപ് തന്നെ ഇസ്രായേൽ ചില പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ഇസ്രായേൽ സേനയുടെ കമാൻഡർമാർ വാരാന്ത്യാഘോഷത്തിനായി പല ഇടങ്ങളിലേക്ക് പോകുന്നു എന്ന് ഇറാനെ ബോധ്യപ്പെടുത്താൻ അവർ ചില പ്രചരണ മാർഗങ്ങൾ അവലംബിച്ചു. തങ്ങൾ അവധി ആഘോഷിക്കുന്നു എന്ന സൂചന നൽകുന്ന ഫോട്ടോഗ്രാഫുകളും വിവരങ്ങളുമൊക്കെ IDF മനഃപൂർവ്വം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ചില ജീവനക്കാർ ഷബാത്ത് അത്താഴത്തിന് വീട്ടിലേക്ക് മടങ്ങുകയാണ് എന്നും ഈ ചിത്രങ്ങൾ സൂചിപ്പിച്ചിരുന്നു. IDF ജീവനക്കാരും മുതിർന്ന കമാൻഡും ഷബത്ത് അത്താഴത്തിന് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഫോട്ടോകളും വിവരങ്ങളും. ഇത്തരം ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് ശേഷം മുതിർന്ന ഉദ്യോഗസ്ഥർ പിന്നീട് വേഷം മാറി അവരുടെ ആസ്ഥാനത്തെത്തി. ഇതിനിടയിൽ ഇസ്രയേലി കമാൻഡ് സെന്ററുകൾക്കുള്ളിൽ ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഇസ്രയേലിൽ രാവിലെ 6 മണിക്ക് തൊട്ടു പിന്നാലെ ഓപ്പറേഷൻ ആരംഭിച്ചു. ബ്ലൂ സ്പാരോ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര കൃത്യതയുള്ള ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ അവരുടെ താവളങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങി. ഈ ആക്രമണത്തിന് താരതമ്യേന വളരെ കുറച്ച് പോർജെറ്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ. എങ്കിലും വളരെ കൃത്യതയോടെ ആക്രമണം നടത്താൻ അവർ 30 പോർജെറ്റുകളാണ് ഉപയോഗിച്ചത്. ഇറാൻ സമയം രാവിലെ 7:30 ഇസ്രയേലി F-15 ജെറ്റുകളും മറ്റു വിമാനങ്ങളും ഇറാൻ ആകാശത്തിന് മുകളിലെത്തി. ജെറ്റുകൾ പുറപ്പെട്ട് 2 മണിക്കൂറും 5 മിനിറ്റും അപ്പോൾ പിന്നിട്ടിരുന്നു. ഏകദേശം രാവിലെ 9:40 ടെഹ്റാനിൽ വെച്ച് മിസൈലുകൾ തൊടുത്തു. ഇസ്രയേൽ തന്ത്രപരമായ അത്ഭുതം നടത്തി എന്ന മെസ്സേജ് തുടർന്ന് കമാൻഡ് സെന്ററിലേക്ക്. അവിടെ നിന്ന് നെതന്യാഹുവിന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ചരിത്രത്തിൽ ഏറെ നിർണായകമാകുന്ന ഒരു ആക്രമണമാണ് ഇസ്രയേൽ തൊടുത്തത്. അലി ഖമനേയെ അവർ വധിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.